ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് നമുക്ക് 1-ാമത്തെ സങ്കീർത്തനം അതിന്റെ 1 തൊട്ട് 3 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അവൻ അറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. സങ്കീർത്തനം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളാണ് വായിച്ചത്. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ടച്ച് ചെയ്ത് പോയിരുന്നു. അതായത് ഒരു ദൈവ പ്രവൃത്തിക്ക് വേണ്ടിയിട്ട് ഒരു അറ്റ്മോസ്ഫിയർ, ഒരു അന്തരീക്ഷം നാം സൃഷ്ടിക്കേണ്ടതുണ്ട് എന്ന് നമ്മളിങ്ങനെ ചിന്തിച്ചായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. പലപ്പോഴും ദൈവം വാഗ്ദത്തങ്ങൾ അല്ലെങ്കിൽ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. പക്ഷെ അത് നടക്കാതെ പോകുന്നത് അതിനുള്ള അന്തരീക്ഷം നമ്മൾ സൃഷ്ടിക്കാത്തത് കൊണ്ടാണ് ഞാനിങ്ങനെ സൂചിപ്പിച്ചത്. അപ്പോൾ യായറോസിന്റെ മകളുടെ മരണസമയത്തൊക്കെയും കർത്താവ് ചെയ്ത കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. ആ സമയത്ത് ആ മുറിയിലോട്ട് മറ്റാരെയും കൂട്ടാതെ തന്റെ പ്രിയപ്പെട്ട 3 ശിഷ്യന്മാരെയും അല്ലെങ്കിൽ ആ ഭവനത്തിലെ ഏറ്റവും ക്ലോസ് ആയ വ്യക്തികളെ മാത്രം ആ റൂമിൽ കൂട്ടിക്കൊണ്ടു പോയിട്ട് മറ്റെല്ലാവരോടും പുറത്ത് നിൽക്കാൻ പറഞ്ഞിട്ട് കർത്താവ് അവിടെ ദൈവ പ്രവൃത്തി ചെയ്യുന്നതായിട്ട് കണ്ടു. ദൈവത്തിന് പവർ ഇല്ലാത്തത് കൊണ്ടോ ശക്തി ഇല്ലാത്തത് കൊണ്ടോ അല്ല മറ്റാരെയും കൂടെ കൂട്ടാത്തത്, മറിച്ച് ആ അന്തരീക്ഷം, ഹല്ലേലൂയ, ദൈവിക പ്രവർത്തിക്കുള്ള ഒരു അന്തരീക്ഷം അവിടെ സൃഷ്ടിക്കുക എന്നുള്ള ഒരു ഡിസൈൻമെന്റ് ആണ് കർത്താവ് അവിടെ ചെയ്തത്. സോ നമ്മുടെയൊക്കെയും ലൈഫിൽ ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഡിസൈൻ ചെയ്ത് ധൈര്യത്തോടെ ദൈവിക അന്തരീക്ഷത്തിന് വേണ്ടി നമ്മൾ നമ്മെ തന്നെ വിട്ടുകൊടുക്കുമ്പോൾ അതിനുള്ള അന്തരീക്ഷം മനഃപൂർവ്വമായി നാം സൃഷ്ടിക്കുമ്പോൾ മാത്രമേ ദൈവത്തിന്റെ പ്രവർത്തികൾ അല്ലെങ്കിൽ അത്ഭുതകരമായ സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ദൈവ പ്രവർത്തികളെ നമ്മുടെ ലൈഫിൽ വെളിപ്പെടുന്നുള്ളൂ. സ്തോത്രം. അത് തെളിയിക്കാൻ പറ്റിയ ഒരു വാക്യമാണ് നമ്മൾ ഇന്ന് വായിച്ചത്. നമ്മൾക്കെല്ലാം മനഃപ്പാഠമായിട്ടുള്ള വാക്യമാണ്. പാപികളുടെ വഴി നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും ഹല്ലേലൂയ എന്നുള്ള വാക്യം. സ്തോത്രം. ബ്ലെസ്സഡ് പറഞ്ഞ ചെയ്യുന്നവൻ ഭാഗ്യവാൻ എന്നാ പറയുന്നത്, ഇംഗ്ലീഷിൽ പറയുന്നത്. അതായത് ഭാഗ്യവാൻ എന്ന് പറയുമ്പോൾ ഒരൊറ്റ വാക്കല്ല, അവിടെ ആ മനുഷ്യനെ കുറിച്ച് മറ്റുള്ളവർക്ക് അസൂയ തോന്നുന്ന മനുഷ്യനായിത്തീരും. ഹല്ലേലൂയ. ബ്ലെസ്സഡ് ആയിത്തീരും, പ്രോസ്പർ ആയിത്തീരും. ഹല്ലേലൂയ. അവന് മറ്റുള്ളവർ അവനെ കാണുമ്പോൾ ഇവൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടോ എന്ന് തോന്നുന്ന നിലവാരത്തിൽ ദൈവം അനുഗ്രഹിക്കുന്ന ഒരു മനുഷ്യനായി തീരുമെന്നാണ് പറയുന്നത്. 3 കാര്യങ്ങൾ അവിടെ വ്യക്തമായിട്ട് പറയുന്നത്. ദുഷ്ടന്റെ ആലോചന പ്രകാരം നടക്കാതെ, അതായത് ഹല്ലേലൂയ, അതായത് ദുഷ്ടൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അൺഗോഡ്ലി ആയിട്ടുള്ള ദൈവമില്ലാത്ത ആളുകളോടൊപ്പം നടക്കുന്ന മനുഷ്യൻ. അവരുടെ അഡ്വൈസും അവരുടെ പ്ലാനുകളും അല്ലെങ്കിൽ അവർ പറയുന്ന പർപ്പസിനനുസരിച്ച് നമ്മുടെ ലൈഫിന് കൊണ്ടുപോവുകയാണെങ്കിൽ ദൈവമില്ലാത്തവർ എന്ന് വ്യക്തമായിട്ട് പറയും. ദുഷ്ടൻ എന്ന് പറയുന്നത് ഇവിടെ അതാണ് ഉദ്ദേശിക്കുന്നത്, അൺഗോഡ്ലി ആയിട്ടുള്ള ആളുകൾ. അങ്ങനെയുള്ള മനുഷ്യർ ആലോചന പ്രകാരം അവർ പറയുന്ന അനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ ഗൈഡൻസ് പ്രകാരം നമ്മൾ മുന്നോട്ട് പോകരുത് എന്നാണ് ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായിട്ട് പറയുന്നത്. 2-ാമത്തെ കാര്യം ഓടിച്ചു പറയുക. സ്തോത്രം. ഹല്ലേലൂയ. പാപികളുടെ വഴിയിൽ നിൽക്കാത്തവൻ. സ്തോത്രം. ഹല്ലേലൂയ. അതായത് പാപികൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, പാപം ചെയ്യുന്നവരെല്ലാം പാപികളാണ്. സ്തോത്രം. അതായത് വളരെ സബ്മിസീവായിട്ട് ഇൻആക്റ്റീവായിട്ട് ഒട്ടും ആക്റ്റീവ് അല്ലാത്ത രീതിയിൽ നിൽക്കുക എന്ന് ഉദ്ദേശിക്കുന്നതാണ്. പാപം കാണുമ്പോൾ ഹല്ലേലൂയ അവിടെ വിട്ട് മാറിപ്പോകാതെ അവിടെ നിൽക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടെങ്കിൽ ഹല്ലേലൂയ അതെന്തു ആയിക്കോട്ടെ. സ്തോത്രം. പരിശുദ്ധാത്മാവ് നമ്മളോട് വിലക്കുന്നതെല്ലാം പാപമാണ്. സ്തോത്രം. ഹല്ലേലൂയ. സാഹചര്യങ്ങൾക്കനുസരിച്ച് പാപത്തെ ഒരിക്കലും നമുക്ക് ലിമിറ്റ് ചെയ്യാനോ കോംപ്രമൈസ് ചെയ്യാനോ സാധിക്കത്തില്ല. അപ്പോസ്തലനായ പുതിയ നിയമത്തോട്ട് വരുമ്പോൾ അപ്പോസ്തലന്മാർ പറയുന്നത് എങ്ങനെയാണ്? സ്തോത്രം. നമുക്ക് ആത്മീക വർധനവ് വരുത്താത്തതല്ല പ്രയോജനമുള്ളതല്ല എന്നാണ്. കാരണം ഒരുപക്ഷെ നമുക്ക് പ്രയോജനമുള്ളതായിരിക്കും, പക്ഷെ അത് ആത്മീക വർധനവ് വരുത്തുന്നില്ലെങ്കിൽ നമ്മൾ അവിടെ നിൽക്കുന്നത് കൊണ്ട് നമ്മുടെ ആത്മീക നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. അപ്പം ആ തരത്തിൽ വരുമ്പോൾ എന്റെ ഭാഷയിൽ ഞാനതിനെ പാപമായിട്ട് തന്നെ കാണുന്നത്. കാരണം എനിക്കത് ആത്മീക വർധന വരുത്തുന്നില്ലെങ്കിൽ, എൻ്റെ സ്പിരിച്വൽ മാന് അത് ഒരു ആഹാരമായി തീരുന്നില്ലെങ്കിൽ അതെന്റെ ടൈം വേസ്റ്റ് ആണ്, എൻ്റെ എനർജി വേസ്റ്റ് ആണ്. സ്തോത്രം. ഇപ്പോൾ തന്നെ ഈ പറഞ്ഞതുപോലെ അവിടെ നിൽക്കാനുള്ള ഒരു ടെൻഡൻസിയും പിശാചൊരുക്കുന്ന ഒരു എൻവയോൺമെന്റ് ആണെന്നുള്ള തിരിച്ചറിവാണ്. സ്തോത്രം. 3-ാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്തോത്രം. ഹല്ലേലൂയ, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കുകയും. സ്തോത്രം. ഹല്ലേലൂയ. സ്കോൺഫുൾ ആയിട്ട് നമ്മൾ, അതായത് ആ ഒരു
കൂട്ടത്തിൽ കൂടുന്നത്. സ്തോത്രം. അവിടെ റിലാക്സ് ചെയ്യാനിരിക്കുന്നത്, അവിടെ റെസ്റ്റ് ചെയ്യാനിരിക്കുന്നത്. നമ്മൾക്ക് വേറൊരു എൻവയോൺമെന്റിലാണ് നമ്മളെ കൊണ്ടുവന്നാക്കുന്നത്. നമുക്കറിയാം, ലോത്തിനെ കുറിച്ച് പഠിക്കുമ്പോൾ ലോത്ത് നീരോട്ടമുള്ള പ്രദേശത്തെ കണ്ടിട്ട് നല്ലതെന്ന് നോക്കി തിരഞ്ഞെടുത്തു. സ്തോത്രം. എൻവയോൺമെന്റ് അല്ലെങ്കിൽ ആ ഒരു പ്രദേശത്തെ കാണുമ്പോൾ ഇറ്റ് വാസ് ഓക്കെ, അത് നല്ലതായിരുന്നു. പക്ഷെ പിന്നീടുള്ള അവന്റെ ലൈഫിനെ നമ്മൾ പഠിക്കുമ്പോൾ ആ എൻവയോൺമെന്റ് അവന് വേറൊരു ഷേപ്പിലോട്ട് അവന്റെ കുടുംബത്തെ, അവന്റെ ഡെസ്റ്റിനിയെ മാറ്റിക്കളഞ്ഞതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സ്തോത്രം. ഞാൻ പറഞ്ഞു വന്നത് ഇത്ര. സ്തോത്രം. ഈ എൻവയോൺമെന്റിനൊക്കെ നമ്മളെ സ്വാധീനിക്കാൻ കഴിയും. എന്ന് വെച്ചാൽ നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ പാപമില്ലാത്ത ഇടം നോക്കി ജീവിക്കുക എന്ന് പറഞ്ഞ, അല്ലെങ്കിൽ ഈ പറയുന്ന ദുഷ്ടന്മാരില്ലാത്ത, പാപികളില്ലാത്ത ഇടം നോക്കി ജീവിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് സാധ്യമായ കാര്യമല്ല. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. അത് നമ്മെ സ്വാധീനിക്കാതെ, അത് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാത്ത രീതിയിൽ നമ്മളുടെ നടപ്പിനെ, നമ്മുടെ നിൽപ്പിനെ, നമ്മുടെ ഇരിപ്പിനെ ക്രമീകരിക്കുവാൻ, അതിൽ നിന്നൊക്കെ മാറ്റിക്കൊണ്ട് പോകുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കും. അത് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നാണ് അടുത്ത വാക്യത്തിൽ പറയുന്നത്. അതിങ്ങനെയൊക്കെയും ചെയ്യാതെ പിന്നെ എന്ത് ചെയ്യണം? യഹോവയുടെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ. രാവും പകലും ഒരു ഹബിച്വൽ ആക്ഷൻ ആയിട്ട്. വേറെ എന്തെല്ലാം വന്നെന്ന് പറഞ്ഞാലും നമ്മൾ ഹബിച്വലായി ചെയ്യുന്ന പല കാര്യങ്ങളുണ്ട്, അല്ലെ? സ്തോത്രം. സിമ്പിൾ ആയിട്ട് നമുക്കറിയാവുന്ന കാര്യങ്ങളുണ്ട്. അത് നമ്മൾ വേറെ എന്തെല്ലാം വന്നെന്ന് പറഞ്ഞാലും നമ്മൾ അത് ചെയ്യാതിരിക്കും. എന്ത് പറഞ്ഞതുപോലെ ന്യായപ്രമാണം എന്ന് പറയുമ്പോൾ കർത്താവിന്റെ വചനത്തെ, ദൈവത്തിന്റെ ദൈവവചനങ്ങളെ, ആ ടീച്ചിങ്ങുകളെ, അതിനെ നമ്മൾ ധ്യാനിക്കുക, മെഡിറ്റേറ്റ് ചെയ്യുക. ഇംഗ്ലീഷിൽ അത് പറയുമ്പോൾ അതിനെ പോണ്ടർ ചെയ്യുക, അതിനെ ലാളിക്കുക, അതിനെ സ്റ്റഡി ചെയ്യുക, അതിനെ പഠിക്കുക. സ്തോത്രം. അങ്ങനെ ചെയ്യുമ്പോൾ, സ്തോത്രം, അങ്ങനെയുള്ള ചെയ്യുന്ന മനുഷ്യനെ കുറിച്ചാണ് പറയുന്നത്. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. അവനൊന്നും സാധിക്കാതെ പോകത്തില്ല. അവന്റെ ലൈഫ് ആദ്യം പറഞ്ഞതുപോലെ ബ്ലെസ്സഡ് ആയിത്തീരും, പ്രോസ്പർ ആയിത്തീരും. മറ്റുള്ളവർക്ക് അവനെ കുറിച്ച് അസൂയ തോന്നുന്ന നിലവാരത്തിൽ ഇവൻ ഇങ്ങനെയായി, ഇവൻ ഇങ്ങനെ വളർന്നു എന്നുള്ള നിലവാരത്തിൽ ദൈവത്തിന്റെ മഹത്വം അവനിൽ വെളിപ്പെടുക തന്നെ ചെയ്യും. അപ്പോൾ ഒന്നുകൂടി ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം, സ്തോത്രം, പലപ്പോഴും പല ദൈവപ്രവൃത്തികളും നമ്മുടെയൊക്കെ ലൈഫിൽ വെളിപ്പെടാതെ ഈ തരത്തിലുള്ള ആത്മീയ അന്തരീക്ഷം അല്ലെങ്കിൽ ഈ ഒരു എൻവയോൺമെന്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെയാണ്. സ്തോത്രം. അതിന് ഉത്തരവാദിത്വം എടുക്കേണ്ടത് നമ്മൾ തന്നെയാണ്. സ്തോത്രം. മറ്റാർക്കും നമ്മളെ നിയന്ത്രിക്കാനോ നമ്മൾ ഉദ്ദേശിക്കാനോ നമ്മളെ ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. പക്ഷെ നമ്മൾ തീരുമാനിക്കുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, 1-ാം സങ്കീർത്തനത്തിൽ ആദ്യമായിട്ട് പറഞ്ഞിരിക്കുന്ന വാക്യം, അറ്റ്ലീസ്റ്റ് അതിനെങ്കിലും നമ്മളൊന്ന് ഹൃദയത്തിൽ ഒന്ന് സംഗ്രഹിച്ച് നമ്മളൊന്ന് കൊണ്ടുപോകാൻ തുടങ്ങി കഴിയുമ്പോൾ നമ്മുടെ അന്തരീക്ഷങ്ങൾ മാറും. സ്തോത്രം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളെ അത് ചേഞ്ച് ചെയ്യും. നമ്മൾ ചേഞ്ച് ആകുമ്പോൾ നമ്മളോട് സറൗണ്ട് ചെയ്ത് നിൽക്കുന്ന ആളുകളെ അത് ചേഞ്ച് ചെയ്യാൻ തുടങ്ങും. നമ്മുടെ ഭവനത്തിൽ അന്തരീക്ഷങ്ങളെ മാറും. വലിയ വേറൊരു ഡെലിവറൻസ് മീറ്റിംഗിൽ നമ്മൾ പോയില്ലെങ്കിൽ പോലും, മറ്റുള്ളവർ നമ്മുടെ തലയെ കൈവച്ച് പ്രാർത്ഥിച്ചില്ലെങ്കിൽ പോലും, പരിശുദ്ധാത്മാവിന് ചെയ്യാനുള്ള ക്രിയകൾ വ്യക്തിപരമായ പരിശുദ്ധാത്മാവ് നമ്മുടെ ലൈഫിൽ തീർച്ചയായിട്ടും ചെയ്തു കൊടുക്കും. അത് നമ്മളെ കൂടുതൽ സബ്മിസീവ് ആക്കും, ദൈവസന്നിധിയിൽ കൂടുതൽ സെൻസിറ്റീവ് ആക്കും, പരിശുദ്ധാത്മാവിനെ കൂടുതൽ കേൾക്കാനുള്ള, അനുസരിക്കാനുള്ള സാഹചര്യങ്ങളിലോട്ട് നമ്മളെ കൊണ്ടുപോകും. പ്രത്യേകിച്ച് ഈ ഒരു മോഡേൺ ക്രിസ്ത്യാനിറ്റിയൊക്കെയും പല എൻവയോൺമെന്റുകളെയും അതിനെ എന്താ പറയാ, അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ, സ്തോത്രം, മനുഷ്യ മനസ്സുകളെ വല്ലാതെ ലിമിറ്റ് ചെയ്ത് അതിനോടൊരു യേസ് പറയുന്ന രീതിയിൽ, അത് ഇറ്റ്സ് ഓക്കെ എന്ന് പറയുന്ന രീതിയിൽ കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ അതിൽ പതിഞ്ഞിരിക്കുന്ന വലിയ അപകടങ്ങളുണ്ട്. സ്തോത്രം. അത് ഒരു സ്പിരിറ്റ് മാൻ, ഞാൻ പത്ര ചിന്തിച്ചോളൂ, നമ്മുടെ സ്പിരിറ്റ് മാൻ അത് ആവശ്യമുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുന്നിടത്താണ്, സ്തോത്രം, അതിന്റെ പ്രസക്തി വരുന്നത്. അല്ല എങ്കിൽ അത് കട്ട് ചെയ്യാൻ വേറെ ആരും നമ്മളെ പ്രത്യേകിച്ച് ഉപദേശിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ അങ്ങനെ ചെയ്തു തുടങ്ങുമ്പോൾ, സ്തോത്രം, നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതികൾ, നമ്മുടെ കുടുംബത്തെ കുറിച്ചുള്ള പർപ്പസുകൾ വെളിപ്പെടുന്നതിന്, ഡെലിവറൻസുകൾ വെളിപ്പെടുന്നതിന് അത് കാരണമായി തീരുക തന്നെ ചെയ്യും. അതുകൊണ്ട് നാം ചെയ്യേണ്ടത്, സ്തോത്രം, നാം ആയിരിക്കുന്ന എൻവയോൺമെന്റിനെ ദൈവസ്ഥലമൊക്കെ പരിശോധിക്കുക. കർത്താവ് എവിടെയെങ്കിലുമൊക്കെ ഞാൻ എന്നെ തന്നെ ലിമിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇസ്രായേൽ മക്കൾ ചെയ്തതുപോലെ അവരെ നിശ്ചയം വിട്ടു പോന്നിട്ടും അവരെ ഒരു ചെറിയ കാഴ്ചപ്പാട് അവർ ഒപ്രസ് ചെയ്തുകൊണ്ടേയിരുന്നു. സ്തോത്രം. ദൈവം പറഞ്ഞ വലിയ വാഗ്ദത്തങ്ങളോട്ട് കാലുകൾ വെക്കുന്നതിന് അവരുടെ ചെറിയ ചിന്താഗതികൾ, അവരുടെ സ്മോൾ ആയിട്ടുള്ള ആ ചിന്താഗതികൾ പലപ്പോഴും അവരെ ലിമിറ്റ് ചെയ്തു. ഇതുപോലെ പല കാര്യങ്ങൾ
ഭയങ്ങളും നമ്മളെ ലിമിറ്റ് ചെയ്യുന്നുണ്ടാകും. പലപ്പോഴും ഭയങ്ങളായിരിക്കാം, ചിലതൊക്കെ നമ്മൾ കോംപ്രമൈസ് ചെയ്യുന്ന ചില കാര്യങ്ങളായിരിക്കാം. ഇതൊക്കെയും ചെയ്യുമ്പോൾ വലിയ ദൈവിക നന്മകൾ നമ്മുടെ കയ്യിൽ പിടിവിട്ടു പോവുകയാണ് നമ്മൾ മനസ്സിലാക്കുക. ഇസ്ലാമർക്ക് പറ്റിയ പോലെ നമുക്ക് ഒരിക്കലും സംഭവിക്കരുത്. സ്ലോത്തിന് പറ്റിയ പോലെ നമുക്ക് സംഭവിക്കരുത്. സ്തോത്രം. ദൈവത്തിന്റെ വലിയ വിളി നമ്മുടെ മുമ്പിൽ കിടക്കുന്നത് കൊണ്ട് വില കൊടുത്ത് തന്നെ നമ്മൾ മുന്നോട്ട് പോകണം. അതിന് നമ്മൾ സ്റ്റെപ്പുകൾ എടുക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. നമ്മുടെ ക്രിസ്തീയ ജീവിതം വളരെ ആനന്ദകരമായ ജീവിതമായിട്ട് മാറും. സ്തോത്രം. അന്തരീക്ഷത്തിന് അപ്പുറമായിട്ട് ഡിസൈൻ ചെയ്യുവാനും ഹല്ലേലൂയ ആ അന്തരീക്ഷത്തെ ദൈവിക പ്രസൻസിനെ കാരി ചെയ്യാനുള്ള ഒരു മാൻറ്റിലായിട്ട് മണ്ഡലമായിട്ട് നമ്മൾ അതിനെ സൃഷ്ടിക്കുമ്പോൾ അവിടെ ദൈവത്തിന്റെ പ്രവർത്തികൾക്ക് ഹല്ലേലൂയ ഇറങ്ങി വരാതിരിക്കാൻ കഴിയത്തില്ല. സ്തോത്രം. നമ്മുടെ ലൈഫിൽ അതിനെ വെളിപ്പെടുക തന്നെ ചെയ്യും. അതൊരു ദിവസങ്ങളിൽ ഹല്ലേലൂയ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ എവിടെ ആയിരിക്കുന്നുവോ കർത്താവ് നമ്മെ ഓരോരുത്തരും പ്ലേസ് ചെയ്തിരിക്കുന്ന സ്ഥലങ്ങളുണ്ട്. ആ ഒരു എൻവയോൺമെന്റിനെ മാറ്റാൻ നമുക്ക് കഴിയത്തില്ല, പക്ഷെ നമുക്ക് മാറാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ. എൻവയോൺമെന്റിനെ മാറ്റി ഓടിപ്പോകാനല്ല ഞാൻ പറയുന്നത്, പക്ഷെ അവിടെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ, നമുക്ക് മാറാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ. ഇപ്രകാരമുള്ള ചില കാര്യങ്ങൾ, ഈ സിമ്പിളായ ചില കാര്യങ്ങൾ നമ്മൾ ആത്മീയ ജീവിതത്തിൽ കൊണ്ടുവരുമ്പോൾ കർത്താവിന്റെ ആത്മാവ് വേണ്ട അടുത്ത പടികളെ നമുക്ക് ഉപദേശിച്ച് നമ്മൾ മുന്നോട്ട് നടത്താൻ ഇടയായിത്തീരും. അതുകൊണ്ട് ദിവസങ്ങളിൽ ഹല്ലേലൂയ വളരെ വിവേചനത്തോടെ അല്ലെങ്കിൽ സ്തോത്രം അല്ലെ ധൈര്യത്തോടെ മുന്നേറുവാൻ, ചിലതിനോടൊക്കെയും നോ പറഞ്ഞിട്ട് ചിലതിനോടൊക്കെയും കോംപ്രമൈസ് നിർത്തിയിട്ട് ധൈര്യത്തോടെ സ്റ്റെപ്പുകൾ എടുക്കുവാൻ പരിശുദ്ധ ആത്മാവിൽ കാലം നമ്മൾ ഓരോരുത്തരും സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഇവിടെ നിർത്തുകയാണ്.